ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം. പരമ്പരാഗത വിശ്വാസങ്ങൾ അനുസരിച്ച് ശുദ്ധമായ പശുവിൻ നെയ്യും പഴുത്ത നേന്ത്രപ്പഴവും ഒരുമിച്ച് കഴിക്കുന്നത് ശക്തി, ഊർജം, ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ശക്തമായ ഒരു ഉപായമാണ്. ഇതൊരു ഔഷധമല്ല, ഒരു പൂരക ആഹാരമാണ്. ഇങ്ങനെ നെയ്യിൽ വാട്ടിയ ഈ പഴം ശരീരത്തിന് ഉയർന്ന ഊർജ്ജം നൽകുകയും ദൈനംദിന ആയാസം കുറയ്ക്കുകയും ചെയ്യും. വിറ്റാമിൻ സി, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇത്. വീട്ടിലുണ്ടാക്കിയ പശുവിൻ നെയ്യാണ് കേട്ടോ ഇത്. ചൂടായ പാനിൽ നെയ്യിട്ടു. ഇനി നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കി എടുത്ത് കട്ട് ചെയ്ത് ഈ നെയ്യിലേക്ക് ഇടണം. പശുവിൻ നെയ്യിനെ ആയുർവേദത്തിൽ അനുപമമായ ഔഷധമായി കണക്കാക്കപ്പെടുന്നു. ഇവ രണ്ടും ഒന്നിച്ചു ചേരുമ്പോൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പശുവിൻ നെയ്യ് ദഹനത്തെ എളുപ്പമാക്കുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. മുറിച്ചിടുമ്പോൾ ഇതിൻ്റെ ഈ കറുപ്പ് അരി കളയണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ വിധത്തിൽ മുറിക്കാം. വട്ടത്തിൽ വേണമെങ്കിൽ മുറിക്കാം, നീളത്തിൽ വേണമെങ്കിൽ മുറിക്കാം. ഞാനിതേപോലെ ചിരിച്ചാണ് മുറിക്കാറ്. കുട്ടികൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ അധിക ദിവസവും ഞാനിതാണ് കൊടുക്കാറുള്ളത്. പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിനു മുകളിൽ കുറച്ച് വിതറുക. പഞ്ചസാര നല്ലതല്ല, ഒഴിവാക്കാൻ പറ്റുന്ന അത്ര പഞ്ചസാര നമ്മൾ ഒഴിവാക്കണം. അധികം കുട്ടികൾക്കും ഇതിങ്ങനെ വേണ്ടി വരും. കുറച്ചെങ്കിലും പഞ്ചസാര വിതറി കറുമുറ കഴിക്കും കുട്ടികൾ. ഇതൊരു പൂരക ഭക്ഷണം മാത്രമാണ്. സമീകൃതമായ ആഹാരം, വ്യായാമം, നല്ല ഉറക്കം എന്നിവ ഇതിന് പകരമാവില്ല. എല്ലാം കൂടെ വേണം. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുള്ളവർ ആലോചിച്ച് കഴിക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കൂ. നിങ്ങൾക്കും കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസം കഴിക്കാൻ തോന്നും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.